മലപ്പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കുമെന്ന് മുസ്ലിം ലീഗ്. ജില്ലാ നേതൃത്വത്തിന്റേതാണ് തീരുമാനം. സംസ്ഥാന തലത്തിൽ വികസന സദസ്സ് ബഹിഷ്കരിക്കാൻ UDF നേതൃത്വം ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ പിന്തുണ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, സംസ്ഥാന തലത്തിൽ വികസന സദസ്സ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ് UDF വന്നതിന് പിന്നാലെയാണ് മലപ്പുറം മുസ്ലിം ലീഗിന്റെ ഈ പിന്തുണ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സിനോട് UDF സഹകരിക്കില്ല എന്ന് ഈ കഴിഞ്ഞ 15-നാണ് UDF കൺവീനർ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് ഒരു കുറിപ്പ് ഇറക്കിയത്. അത് UDF-ന്റേതായ ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പായിരുന്നു അന്ന് അദ്ദേഹം പുറത്തിറക്കിയിരുന്നത്. അത് എല്ലാ UDF-ന്റെ ജില്ലാ ചെയർമാൻമാർക്കും കൺവീനർമാർക്കും DCC പ്രസിഡന്റുമാർക്കും UDF-ന്റെ സംസ്ഥാന ഏകോപന സമിതി അംഗങ്ങൾക്ക് നൽകിയ ഒരു കുറിപ്പായിരുന്നു. എന്നാൽ ഈ 19-ന് മുസ്ലിം ലീഗ്, അതായത് ഇന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസന സദസ് എന്ന പേരിലുള്ള പരിപാടി നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ മലപ്പുറം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഒപ്പം തന്നെ UDF കമ്മിറ്റിയും യോഗം ചേർന്ന് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ ഈ പരിപാടി ഗംഭീരമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ വികസനപരമായ നേട്ടങ്ങളെല്ലാം ജനങ്ങളുടെ മുൻപാകെ പഞ്ചായത്തിന്റെയും നഗരസഭയുടെയും ചെലവിൽ അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അവസരമാണ്. അതിൽ UDF സഹകരിക്കില്ലെന്ന് പറഞ്ഞാലും സർക്കാർ അത് സെക്രട്ടറിമാരെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയും ഒടുവിൽ ആ പരിപാടി CPIM-ന്റെ മാത്രം പരിപാടിയായി മാറുകയും ചെയ്യുന്ന ഒരു പരിപാടിയായി മാറും. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ മാത്രം ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഈ പഞ്ചായത്തുകളെയും നഗരസഭയും വിമർശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനായി മുസ്ലിം ലീഗ് മലപ്പുറത്ത് ഇത്തരത്തിലൊരു പരിപാടി അതാത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF ഭരണമുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതാത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തന്നെ ഇടപെട്ട് ഈ പരിപാടി സംഘടിപ്പിക്കുമെന്നാണ് P. അബ്ദുൽ ഹമീദ് MLA, അദ്ദേഹമാണ് ഈ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി, അദ്ദേഹം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. അതായത് UDF സംസ്ഥാന തലത്തിൽ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തൊരു പരിപാടി മുസ്ലിം ലീഗ് മുൻകൈ എടുത്ത് മലപ്പുറം ജില്ലയിൽ നടത്തുന്നു എന്നുള്ളതാണ്. അതിനൊരു കാരണമായി മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പരിപാടി മലപ്പുറം ജില്ലയിൽ UDF-ന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് മേൽക്കൈയുള്ള പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമാണ് ഏറെയുള്ളത്. അതുകൊണ്ട് ഈ പരിപാടി നടത്താതിരുന്നാൽ, ബഹിഷ്കരിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം അത് സെക്രട്ടറിമാർ മുഖേന CPIM നടപ്പിലാക്കും, അല്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കും. അവിടെ CPIM-ന്റെ നേട്ടങ്ങളും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും മാത്രം എടുത്തു പറയുകയും ഈ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും തറടിച്ചു കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത് എന്നുകൂടി അബ്ദുൽ ഹമീദ് പുറത്തിറക്കിയ, അതായത് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അരുണിമ, ശരി. സംസ്ഥാന തലത്തിൽ വികസന സദസ്സ് ബഹിഷ്കരിക്കാൻ UDF നേതൃത്വം ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഈ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.